ഒരു നോർമൽ വയലൻസ് പ്രതീക്ഷിച്ച് പോകുമ്പോൾ അതിന്റെ 10 ഇരട്ടിയാണ് അവർ തന്നേണം നമുക്ക് ഔട്ട്. സത്യം പറയുകയാണെങ്കിൽ ഉണ്ണിയുടെ ബെസ്റ്റ് എന്ന് ഞാൻ പറയുള്ളൂ. He was like amazing in the movie, so hot. I loved him. അതിനകത്ത് മറ്റൊരു ചെവി പറിച്ചിടിക്കുന്ന കടിച്ച് പറിക്കുന്ന സീനുണ്ട്. വയലൻസ് പ്രതീക്ഷിച്ചിട്ട് വന്നാൽ അതുണ്ട് സെക്കൻഡ് ഹാഫിൽ. ഉണ്ണി മുകുന്ദൻ നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്. കാരണം നമ്മൾ ഹോളിവുഡിലെല്ലാം കാണുന്ന ഒരു ആക്ഷൻ ഹീറോ പോലെ വളരെ നന്നായി ചെയ്തിട്ടുണ്ട്. മാസല്ല നമ്മളിപ്പോൾ റെബൽ കിങ് ഇതാണ് പ്രഭാസ് എന്ന് പറഞ്ഞു. പക്ഷേ കേരളത്തിലെ റെബൽ കിങ് ഉണ്ണിമുന്തനാണ്. അത് ഇനി മാറ്റാനില്ല, അത്രയ്ക്ക് അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഓരോ ആക്ഷൻ സീനും ഇടിയും ഫൈറ്റും അതിൻ്റെ ഒപ്പം തന്നെ ജഗദീശേട്ടനും സിദ്ദിഖേട്ടനും പിടിച്ച് ഒപ്പത്തിനൊപ്പം പിടിച്ച് അടിപൊളിയായിട്ട്, ഇത്ര അടിപൊളിയായിട്ടൊരു വയലൻസ് പാടം ഞാൻ കണ്ടിട്ടില്ല. അത്രയ്ക്ക് അടിപൊളിയായിട്ടുണ്ട്. ഇമോഷൻസ് കണക്റ്റ് ആവുന്നുണ്ട്. കാരണം നമുക്ക് കുറച്ച് സീനാകുമ്പോൾ നമ്മൾ കണ്ണടച്ച് പോകുന്നുണ്ട്. കാരണം അത്രയ്ക്കൊരു വയലൻസ് എന്ന് പറഞ്ഞാൽ അത്ര എക്സ്ട്രീം നമ്മൾ എത്ര എക്സ്ട്രീം കണ്ടിട്ടില്ല, മലയാള പടത്തിൽ കണ്ടിട്ടില്ല. അപ്പം നമ്മൾ ഒരു നോർമൽ വയലൻസ് പ്രതീക്ഷിച്ച് പോകുമ്പോൾ അതിൻ്റെ 10 ഇരട്ടിയാണ് അവർ തന്നേണം നമുക്ക് ഔട്ട്. അത് പറഞ്ഞാൽ നമ്മൾ വാവ് ഫീലിംഗ് ആണ്. കുറച്ച് വയലൻസ് ഉണ്ട്, പെർഫോമൻസ് കൊള്ളാം, ഉണ്ണി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് വയലൻസ് ആണ് മൊത്തത്തിൽ. ഒരു യൂത്തിനെ പറ്റിയൊരു ആക്ഷൻ ബാക്ക്. ഇമോഷണൽ ഉണ്ട്, പക്ഷേ കൂടുതൽ ആക്ഷനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. കുഴപ്പമില്ലാതെ ഒരു വയലൻസ് പ്രതീക്ഷിച്ചിട്ട് വന്നാൽ അതുണ്ട് സെക്കൻഡ് ഹാഫിൽ. സൂപ്പറാണ്. മൂവി ഒന്നും പറയാനുള്ള പൊളി, അടിപൊളി കലക്കം മൂവി. പെർഫോമൻസ് എല്ലാവരും അടിപൊളിയുണ്ട്. ഉണ്ണിയുടെ ആണെങ്കിലും ഫൈറ്റ് എന്നൊക്കെ പറഞ്ഞ വേറെ ലെവലാണ്. ഒരു ഇംഗ്ലീഷ് പടത്തിൻ്റെ ലെവലിൽ സാധനം നിൽക്കുന്നുണ്ട്. എന്തൊക്കെയാലും എല്ലാം പക്കയായിട്ട് ചെയ്തിട്ടുണ്ട്. ഒന്നും പറയാനില്ല, മൂവി തകർത്ത് ചെയ്തിട്ടുണ്ട്. മൂവി എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ, എല്ലാവരും ഒരു ക്യാരക്ടർ അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സെറ്റായിട്ടുണ്ട് പടം. എല്ലാം അവരൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്, അതൊക്കെ പുള്ളിയൊക്കെ തകർത്ത് ചെയ്തിട്ടുണ്ട്. ഉണ്ണി മുകുന്ദൻ നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്. കാരണം നമ്മൾ ഹോളിവുഡിലെല്ലാം കാണുന്ന ഒരു ആക്ഷൻ ഹീറോ പോലെ വളരെ നന്നായി ചെയ്തിട്ടുണ്ട്. എല്ലാ ആക്ടേഴ്സും നന്നായിട്ടുണ്ട്. അതെ, കേരളത്തിൽ ഇത് ആദ്യമായിട്ടാണ്. മലയാളത്തിൽ ഇങ്ങനത്തെ ഒരു ഫിലിം ഉണ്ടായിട്ടുണ്ടാവില്ല. അതെ, വളരെ ചർച്ചയാവാൻ സാധ്യതയുണ്ട്. അത് ഓഡിയൻസ് തീരുമാനിക്കട്ടെ, എനിക്കറിയില്ല. ഡെഫിനറ്റ്ലി, കാരണം എൻ്റെ മകൻ ഇതിൽ ഡെബ്യൂട്ട് ചെയ്തിട്ടുണ്ട്, ഇഷാൻ വിക്ടർ മാർക്കോ ആയിട്ടുള്ള. ഒരു രക്ഷയില്ല ഹോളിവുഡ് ലെവൽ സാധനം. താങ്ക് യു ബ്രോ. അടിപൊളി പടമാണ് ബ്രോ, എനിക്കിഷ്ടപ്പെട്ട്. ഏതാണ് പെർഫോമൻസ് ഓൾ ഒക്കെ ഗുഡാണ്. അതിനകത്ത് ബ്രൂട്ടിൽ വയലൻസ് ഭയങ്കര സീനാണ്. പിന്നെ വിസിലടിക്കാൻ കുറേ സീനൊക്കെ ഉണ്ട്, ഒക്കെ അടിപൊളിയാണ്. ആ ബീജമും എല്ലാം, ആ തിയേറ്ററിൽ എക്സ്പീരിയൻസ് അത് വേണം. അതെന്തായാലും മസ്റ്റ് വാച്ച്. ഇനി തിയേറ്ററിൽ തന്നെ മസ്റ്റ് വാച്ചാണ്. ആ പാട്ട് വെറുതെ കിടിലം, ഒന്നും പറയാനില്ല. ആ പാട്ടിൽ വെറുതെ സീനാണ്. ആ ഇൻ്റർവെല്ല് ആവാൻ നേരത്ത് വെറുതെ ഒരു മാസ് ഫൈറ്റ് ഉണ്ട്, കിടിലം. ഈ സിനിമയിലുണ്ടല്ലേ ഫൈറ്റുകളൊക്കെ ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് ആ ഒരു സ്റ്റൈലുണ്ട്. പിന്നെ അതിനകത്ത് മറ്റൊരു ചെവി പറിച്ചിടിക്കുന്ന കടിച്ച് പറിക്കുന്ന സീനുണ്ട്, പൊളി. ജഗദീഷും സീനാണ്, ഉണ്ണിമുന്തനും സീനാണ്. പിന്നെ മറ്റേ ഇവനുണ്ട്, ലാസ്റ്റ് വന്നവൻ, അവനും വെറുതെ സീനാണ്. എല്ലാവരും ഒപ്പത്തിനൊപ്പം ഒന്നിനൊന്നും മെച്ചമായിട്ട് എല്ലാവരും കിടിലായിട്ട് ചെയ്തിട്ടുണ്ട്, പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. അത് കാരണം എനിക്ക് ഇഷ്ടമായത്. ഞാനങ്ങനെ വയലൻസ് കാണാറില്ല. ബട്ട് ദെൻ ഐ ഫെൽ വെരി ഇമോഷണലി അറ്റാച്ച്ഡ് ടു ഇറ്റ് ബിക്കോസ് ആ ഇമോഷണൽ ബോണ്ട് കാരണം ഐ വോണ്ടഡ് ടു വാച്ച് ഇറ്റ്. ലാസ്റ്റ് പാർട്ട് ഐ ഗോട്ട് സ്കെയർഡ് ബട്ട് ഐ വാസ് ഹാപ്പി വിത്ത് എൻഡിങ്. തോന്നിപ്പോവും, നല്ലോണം തോന്നിപ്പോവും. ഉണ്ണിച്ചേട്ടനെ കുറിച്ച്, ഉണ്ണിമുകുന്ദനെ കുറിച്ച് പറയുകയാണെങ്കിൽ പുള്ളി ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടാണ് ഈ സിനിമയിൽ ഓരോ സീനുകളും വന്നത്. അപ്പോൾ ഫൈറ്റുകളാണ് ഭയങ്കര സ്റ്റൈലിഷ് ആണ്. ആ ഒരു സെക്ഷനെ കുറിച്ച് എങ്ങനെയാണ് പറയുന്നത്? മ്യൂസിക്. He was like amazing in the movie, so hot. I loved him. അങ്ങനെ ഇല്ല, വയലൻസ് ഫാമിലി പടമല്ല, ഒട്ടും ഫാമിലി പടമല്ല, ഒരിക്കലും ഫാമിലി പടമല്ല. ബട്ട് ഫാമിലിക്ക് വേണമെങ്കിൽ കാണാം, മീൻസ് വയലൻസ് പടം ഓണെന്ന് അറിഞ്ഞുകൊണ്ട് കാണണമെങ്കിൽ കാണാം, അത്രേ ഉള്ളൂ. കൊണ്ടുപോകേണ്ടതാണ്, ഇതോടെ കൊണ്ടുപോകേണ്ടതാണ്. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ വളരെ ഹാപ്പിയാണ്. ബിക്കോസ് ഈ ഒരു ഇത്രയും നല്ലൊരു ലാർജ് സ്കെയിൽ വയലൻറ്റ് മൂവി നമ്മുടെ മലയാളികൾക്ക് കിട്ടുക എന്ന് പറയുന്നത് നമുക്ക് വളരെ റെയർ ആയിട്ടൊരു എക്സ്പീരിയൻസ്. ഞാൻ കണ്ടിട്ടില്ല എന്ന് തന്നെ പറയണം. ബിക്കോസ് ഇത്രയും വയലൻറ്റ് ജോണറുള്ളൊരു മൂവി നമ്മൾ മറ്റുള്ള ഭാഷയിലെ ഹീറോസൊക്കെ വരുമ്പോൾ നമ്മൾ കൈയടിച്ച്
കൂവി വിളിച്ചൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. മലയാളത്തിൽ ഇങ്ങനെ ഒരു അഭിമാനിക്കാവുന്ന ശരിക്കും എന്താ പറയുക, ഇരുന്ന് ചാടി എണീറ്റ് കൈയടിക്കാനും വിസിലടിക്കാനും തോന്നുന്ന ടൈപ്പ് മൊമെൻറ്റ്സ് ഉള്ളൊരു മൂവി കിട്ടുക എന്ന് പറഞ്ഞാൽ ആൻഡ് ദാറ്റ് ടു ലാർജ് സ്കെയിൽ അവരൊന്നും ബാക്കി വെച്ചിട്ടില്ല. സ്റ്റൈലിൻ്റെ കാര്യത്തിലാണെങ്കിലും കഥയുടെ കാര്യത്തിലും ഫൈറ്റ് സീക്വൻസസിൻ്റെ കാര്യത്തിലും BGM എവറിത്തിങ് ഐ ജസ്റ്റ് ലവ്ഡ് ഇറ്റ്. ഇറ്റ് വർക്ക് ബിഗ് ടൈം ഫോർ മീ. വെരി ഹാപ്പി. വെരി സ്റ്റൈലിഷ്. പുള്ളി എന്താ പറയുക, ഫ്രം ദ ബിഗിനിങ് പുള്ളിയുടെ എൻട്രി തൊട്ട് എക്സിറ്റ് വരെ ഒന്നും പറയാനില്ല. എവറി മൂമെൻറ്റ്, ഈച്ച് ആൻഡ് എവറി മൂമെൻറ്റ് ഹി ഈസ് ഗിവൺ ഹിസ് ബെസ്റ്റ് പെർഫോമൻസ്. സത്യം പറയുകയാണെങ്കിൽ ഉണ്ണിയുടെ ബെസ്റ്റ് എന്ന് ഞാൻ പറയുള്ളൂ. എനിക്ക് സത്യം പറഞ്ഞ സിദ്ദിഖ, ജഗദീഷ് ഏട്ടൻ, ഓ മൈ ഗോഡ്, ജഗദീഷ് ഏട്ടനൊക്കെ, പിന്നെ അഭിമന്യു തിലകൻ, നമ്മുടെ തിലകൻ ചേട്ടൻ്റെ ഫാമിലിയിലുള്ള അഭിമന്യു തിലകൻ്റെ ഒക്കെ ആദ്യത്തെ സിനിമയാണ്. അവരൊക്കെ വളരെ നല്ല, എന്താ പറയുക, നല്ല ഫ്യൂച്ചറുള്ള ആക്ടേഴ്സാണ് എല്ലാവരും. നല്ല രസമുണ്ട്. എനിക്ക് ആക്ച്വലി അതേപോലെ ഇഷാൻ്റെ റോളും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആരെയും അങ്ങനെ പേരെടുത്ത് പറയാൻ പറ്റാത്തതെന്ന് വെച്ചാൽ എല്ലാവരും നന്നായിട്ടുണ്ട്. ദേ പ്ലേഡ് ദേ പാർട്ട് വെരി വെൽ. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ വയലൻസ് അത്ര ഇഷ്ടപ്പെടാത്തവർക്ക് ഇതിലൊരു ഫാമിലി സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു വയലൻസ് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഫാമിലി സെൻറ്റിമെൻറ്റ്സ് ഇഷ്ടപ്പെടുന്നവരല്ലേ നമ്മളൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു പാർട്ട് ഇതിൽ എന്തായാലും ഒരു ടേക്ക് അവേ ആയിരിക്കും. അപ്പോൾ വയലൻസ് മാത്രം നമുക്ക് പറയാൻ പറ്റില്ല. ഒരു കഥയുടെ ബാക്കിങ്ങും ഫാമിലി സെൻറ്റിമെൻറ്റ്സും ഉള്ളതുകൊണ്ട് യെസ്, എനിക്ക് നന്നായിട്ട് വർക്കായി.